നാച്ചുറൽ കൊളാജനായിട്ടുള്ള എല്ല് കറി നോക്കിയാലോ. അപ്പോൾ തന്നെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് കേട്ടോ. പശു നെയ്യാണ് വേണ്ടത്. അതിലേക്ക് ഒരു ലാർജ് സൈസുള്ള ഒരു ഉള്ളിയാണ് ഞാൻ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടാൻ തുടങ്ങിയാൽ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് ആടിൻ്റെ കൈയും കാലുമാണ് ഇട്ടത്. ഇതാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ കൊളാജനായിട്ട് പറയുന്നത്. എല്ല് സൂപ്പ് എന്നൊക്കെ പറയില്ല, അതാണിത്. ഇതൊരു എല്ല് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു കിലോൻ്റെ മേലെ ഉണ്ട് കേട്ടോ ഈ ഒരു കൈയും കാലും. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു എല്ലൊക്കെ മൂടുന്ന രീതിയിൽ അത്രയും ലെവലിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഒരുപാട് ടൈം ഇട്ട് കുക്ക് ചെയ്യുന്നതാണ്. അപ്പോഴത്തേക്ക് ഇതൊക്കെ വറ്റിപ്പോവും. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട്, കുക്കറിലായതുകൊണ്ട് ഞാൻ 1.5 മണിക്കൂറാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ചെമ്പിലാണ് കുക്ക് ചെയ്യണമെങ്കിൽ 3-4 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മളത് കുക്കർ തുറന്നിട്ടുണ്ട്. അതിലൊഴിച്ച വെള്ളമൊക്കെ വറ്റി, കണ്ടില്ല? ഈ ഒരു രീതിയിലാണുള്ളത്. ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ കഴിക്കാം. ഞാനിത് കറി പോലെ ആക്കുന്നതുകൊണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അരക്കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ആ മിക്സി ഒന്ന് കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം മതി. ഞാനിതിവിടെ റൊട്ടിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു തേങ്ങാപ്പാലും കൂടി ഒഴിച്ചത്. ഇനിയിപ്പോൾ ആ ഒരു തേങ്ങാപ്പാലും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ മാത്രം മതി. ഇത് വെക്കുന്തോറും ഇങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ കൊളാജനാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ തലമുറ നമുക്ക് എല്ലാത്തിനും നമ്മളെ ബോഡിയിൽ എല്ലാത്തിനും വേണ്ടി ഒരു സാധനമാണ് കൊളാജൻ എന്ന് പറയുന്നത്. ആ ഒരു നമ്മളെ ഫേസിൽ ചുളിവുകൾ വരാണ്ടിരിക്കാൻ, കണ്ണിന്, പല്ലിന്, എല്ലിന്, മൂക്കിന്, എല്ലാത്തിനും, നമ്മളെ മുടിക്ക് എല്ലാത്തിനും വേണ്ടി ഒരു സാധനമാണ് കൊളാജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലിൻ്റെ ഉള്ളിലുള്ള സത്ത് ഇറങ്ങുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ ഈ തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ.